ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അതിൻ്റെ പുതിയ ഫാഷൻ ഡ്രസ്സാണ്. തിരിഞ്ഞതോ അതിന് നാണായി നിങ്ങളെയൊക്കെ നോക്കാൻ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്ത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ ഫോട്ടോഷൂട്ടാണ് ഇപ്പം കാണുന്നത്. സെൽഫീസാണ് കൂടുതൽ എടുത്തത്. ഞങ്ങൾ സ്റ്റിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടിക്കുമെന്നാ പറഞ്ഞത്. ആഗ്രഹം സബലീകരിച്ചു. അത് പൂമയിലെത്തി. അതിന് നാളായി ഞാനാ ഓടിക്കാൻ പോണത്. ഇന്ന് പൂമ സ്റ്റോറിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. കണ്ണടച്ച് പിടിക്കാൻ ഇല്ലേ ചോദിച്ചാ കണ്ണടച്ച് പിടിക്കാം. അങ്ങനെ വണ്ടി ഓടിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്? ഓടിക്കലുണ്ടിട്ട് ഇച്ചിരി പാടാൻ തോന്നണം. എപ്പോഴും ഓടിച്ചോടിച്ച് എവിടെ വരെ എത്തി? എപ്പോൾ കാരാ വണ്ടി ഓടിക്കുന്ന വാപ്പാണേലും മോനാണ് ഇവിടെ ടെൻഷൻ തിരിക്കണത്. ലാസ് വേഗാസിലെ റോഡിലൂടെ ഏകാക വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുവാണ്. ലാസ് വേഗാസിന്റെ റോഡിലൂടെ എപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ എസ്കേപ്പ് അടിക്കേണ്ടി വരും. അപ്പൊ തന്നെ
ആ വണ്ടി ഇടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്. അതങ്ങനെ F1 റേസ് ഓടിക്കാണ്. നീ എന്തിനാ പേടിക്കണേ? ഓ അതിന് വളരെ സന്തോഷമായി. അങ്ങനെ ആദ്യം F1 റേസ് ഓടിച്ചോണ്ട് നടക്കുന്നു. ഓടിക്കുന്നു ഓടിക്കുന്നു ഓടിക്കുന്നു. ഓടിക്ക് എങ്ങ പോട്ടെ മേൻ. നീ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണ? എന്നോട് ചോദിച്ചിട്ട് നീ ഇങ്ങനെയാണോ വണ്ടേ? ഇങ്ങനെയാണോ നീ എന്നോട് ചോദിച്ചത്? ഇങ്ങനെയാണോ? എന്നെ കട്ട് കഷ്ടമായിട്ട് വണ്ടി ഓടിക്കുന്ന കുട്ടീനെ ഞാൻ കണ്ടുപിടിച്ചു. നീ ഓടിച്ചോ? നിന്നെ കണ്ടിട്ട് എല്ലാവർക്കും ഇപ്പൊ ഓടിക്കണം പറഞ്ഞോണ്ട് നടക്കണം. ആ മുഖത്ത് ഇടിച്ചിടിച്ച് തകർക്കുന്ന കുട്ടി. ഇവനാണ് വണ്ടി ഓടിക്കാറിയ. അവൻ തന്നെ വണ്ടി ഓടിച്ചാലാന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഓടിക്കാൻ തന്നെ കുഴപ്പമില്ല. അത് ഓടിക്കുന്നത് കാണാം. ഇവിടെ എത്ര ആൾക്കാരാ കൂടിയിരിക്കുന്നതെന്ന് അറിയാം. അതിന്റെ മഹത്തായ ഓടിക്കലാണ്. ഇപ്പോഴാണ് സാധാരണ കാർ ഓടിക്കാൻ പാടാന്നൊക്കെ. റേസിംഗ് കാറല്ലേടാ ഇത്? കസിനിട്ട് ഇപ്പൊ പിള്ളേർക്കൊക്കെ വേണം തന്നെ. എഴുതിയൊന്നു. അയ്യോ ആദ്യം അല്ലേ എന്നെ എഴുതും കേട്ടോ.